കാസർഗോഡ് പൈവളികെ സ്വദേശിയായ മുഹമ്മദിന് കഴിഞ്ഞ ദിവസം വിചിത്രമായ ഒരു ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചു. SIR-മായി ബന്ധപ്പെട്ടായിരുന്നു ഹിയറിംഗ്. ആയുസിന്റെ പകുതി കാലം ഈ നാട്ടിൽ ജനിച്ചു ജീവിച്ച മുഹമ്മദ് ഇന്ത്യൻ പൗരനല്ല എന്നതാണ് നാട്ടിൽ ചിലരുടെ കണ്ടെത്തൽ. എന്നെ പ്രസവിച്ചതിനൊക്കെ ഇവിടെ തന്നെ. ഉമ്മ മരിച്ചിട്ട് ഒരു വർഷമായിക്കൊണ്ട് വരുന്നുണ്ട്. ഇപ്പം അടുത്തിട്ട് ഉപ്പ ഇപ്പോഴും ആയിട്ടുണ്ട്. ഉപ്പക്ക് 80 വയസ്സായി. എനിക്ക് 55 വയസ്സ് എനിക്കായി. ഇപ്പോൾ ഇത് മുഞ്ഞാന്ന് നോട്ടീസ് വന്ന ഇടത്തേക്ക് എനിക്ക്. അപ്പോൾ എന്ത് സംഭവം, ഞാൻ ഡ്യൂട്ടിക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന സമയത്ത് ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ വീട്ടുകാർ പറഞ്ഞ് ഇന്ന സംഭവം നോട്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ മോളെ ഞാൻ വായിപ്പിച്ച് നോക്കിയെന്ന് പറഞ്ഞു. അവൾ വരുന്നത് നിങ്ങൾ ഇന്ത്യൻ്റെ ആളല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായി. പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായി. ഈ നോട്ടീസ് കിട്ടിയ അന്ന് തൊട്ട് മുഹമ്മദിന് വല്ലാത്ത ആദിയാണ്. താൻ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കാനായി വേവലാതിപ്പെടുകയാണ് ഈ മനുഷ്യൻ. നമ്മൾ ഒരിക്കൽ തെറ്റാക്കാൻ പോകാനോ സംസാരിക്കാനോ പിടിക്കാനോ ആരോടും ഇല്ല. നമ്മളെ ജീവിതമായി രാവിലെ പോകും, വൈകുന്നേരം വരും. പെട്ടെന്ന് നിങ്ങൾ ഇന്ത്യക്കാരെല്ലാം ഒരു കടലാസ് വരുമ്പോൾ എത്ര ടെൻഷൻ ഉണ്ടാവും. ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ല. കുട്ടിക്കാലം തൊട്ട് പഠിച്ചതും വളർന്നതുമെല്ലാം പൈവളികയിലും പരിസര പ്രദേശങ്ങളിലും. നാട്ടുകാർക്കെല്ലാം സുപരിചിതൻ. എന്നിട്ടും ഈ സാധാരണക്കാരന് കുറച്ചു നാളുകളായി ദുർഗതിയാണ്. കൂലിവേല ചെയ്തുകൊണ്ടാണ് മുഹമ്മദ് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ നോട്ടീസ് ലഭിച്ച അന്ന് തൊട്ട് മുഹമ്മദിന്റെ പ്രധാന ജോലി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുക എന്നതാണ്. ഭാര്യയും 3 മക്കളും അടങ്ങിയ ഈ കുടുംബം ഇപ്പോൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സ്വന്തം നാട്ടിൽ ഇനി ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഈ മുഖത്തിപ്പോൾ തെളിഞ്ഞു കാണാം. ഈ ഭയപ്പാട് മാറ്റി മുഹമ്മദിനെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെ നാടിന്റെ കടമയാണ്. ജനിച്ചു വളർന്ന നാട്ടിൽ പൗരത്വം തെളിയിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇപ്പോൾ മുഹമ്മദും കുടുംബവും. ഇങ്ങനെയുള്ള പ്രവണതകളോട് അധികാരികൾ കണ്ണടച്ചിരുന്നുകൂടാ. അങ്ങനെയാണെങ്കിൽ സാധാരണക്കാർക്ക് നമ്മുടെ സംവിധാനങ്ങളിലുള്ള വിശ്വാസം നഷ്ടമാവും. ഷാജു ചന്തപ്പരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.